ഇന്ന് നമ്മൾ നമ്മുടെ 8ാം ക്ലാസ് പുതിയ SCERT പുസ്തകത്തിലെ 8ാം ക്ലാസ് സയൻസിന്റെ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ചലനവും ബലവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നേക്കുക. ഒരു ടീച്ചർ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തെ സ്ഥാനത്ത് തന്നെയാണോ ഇപ്പോഴും ഇരിക്കുന്നതെന്ന് ടീച്ചർ അങ്ങോട്ട് ചോദിക്കുക. പിള്ളേര് പറയുക, ഇല്ല അതേ ടീച്ചർ, ഞങ്ങൾ സ്ഥാനം മാറിയിട്ടില്ല. പക്ഷെ മാറിയിട്ടുണ്ടെന്ന് ടീച്ചർ അവരോട് പറയുക. എന്തുകൊണ്ടായിരിക്കാം ടീച്ചർ അങ്ങനെ പറഞ്ഞത്? നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഇരിക്കുവാണെന്ന് പറഞ്ഞാലും നമ്മളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ, എർത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും മൂവ്മെന്റിൽ തന്നെ. അപ്പോ നിത്യജീവിതത്തിൽ നാം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ. ഓടുക, കളിക്കുക, നടക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം നാം ചലിക്കുകയാണ്. അപ്പൊ ടീച്ചർ ഇപ്പൊ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ചലനമാണ്. അപ്പൊ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുകയും സൂര്യനെ ചുറ്റി കറങ്ങുകയും ചെയ്യുന്നതിനാൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ കുട്ടികൾ ക്ലാസ് തുടങ്ങിയ സമയത്തിരുന്ന അതേ ആവേശിക സ്ഥാനത്താണെങ്കിലും ഭൂമിയുടെ ചലനം കാരണം അവരുടെ കേവല സ്ഥാനം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ചലനത്തെക്കുറിച്ചുള്ള ഭൗതിക ശാസ്ത്രപരമായ കാഴ്ചപ്പാടാണ് ടീച്ചർ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ ഇവിടെ കുറെ ചിത്രങ്ങളൊക്കെ കൊടുത്തേക്കുക. ഒരു ജയന്റ് വീല്, ഒരു കുതിര സവാരിക്കാരനെ ലോറിയില് തടി കൊണ്ടുപോകുന്നു, ഒരു കുരുവി അതിന്റെ കൂടുണ്ടാക്കാനല്ലേ ചുള്ളിക്കമ്പുകൾ കൊണ്ടുപോകുന്നു, പിന്നെന്തോ നമ്മുടെ സോളാർ സിസ്റ്റം കാണിച്ചേക്കുക, പിന്നെ ഒരു ബുക്ക് ഒരു മേശപ്പുറത്തിരിക്കുന്നു. അപ്പൊ ഇതില് എവിടൊക്കെ ആയിരിക്കും ചലനങ്ങൾ സംഭവിക്കുന്നത്? നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാത്തിലും ചലനമുണ്ട്. അതേസമയം നമ്മള് ആ മേശയുടെയും ബുക്കിന്റെ കാര്യം നോക്കിക്കേ. അല്ലാതെ നമ്മൾ ആ ഭൂമിയുടെ ചലനത്തിനെ വിട്ടേക്ക്, അല്ലാതെ നോക്കുവാണെങ്കിൽ ഒരു സ്ഥിര സ്ഥാനത്ത് ഇരിക്കുക അല്ലേ? ചലിക്കുന്നില്ല. അപ്പോ അവിടെ എന്തോ ഒരു ബലമുണ്ട് അവിടെ. അത് നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഇപ്പം ചുമ്മാ ഒന്ന് പറഞ്ഞാൽ മതി, ഇപ്പൊ ഒന്ന് വെറുതെ പറഞ്ഞാൽ മതി. എന്തോ ഒരു ബലം കാരണമാണ് ഈ പുസ്തകം ആ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്നത്. തെന്നിപ്പോകാതെ ഇരിക്കുന്ന എന്ത് ബലമാണ്? ഘർഷണ ബലമാണ് അല്ലെ? ഘർഷണ ബലമാണ്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലയോ? ഓക്കെ, അതാണല്ലോ അതിന്റെ ഭാരം എന്ന് പറയുന്നത്. ശരി, അപ്പോ നമ്മുടെ ഈ ചിത്രങ്ങളിലെ കാര്യങ്ങൾ ചോദിച്ചേക്കുക കേട്ടോ. അപ്പൊ എവിടൊക്കെയാ ചലനം ഉള്ളതെന്ന്. അപ്പൊ ജയന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടി, കുതിര സവാരിക്കാരനായി കിളി, പിന്നെ ഈ ലോറി, ഇതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇവയിൽ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവയും ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറാത്തവയും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? കുതിരസവാരി സ്ഥാനം മാറുന്നു. അതെ, ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നതാണ് കുതിരസവാരി. ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറാത്തവയാണ് ഏത്? നിശ്ചലാവസ്ഥയാണ് നമ്മുടെ ഈ മേശ. അതേസമയം ട്രക്കും അതുപോലെ തന്നെ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ ട്രക്ക്. പിന്നെ പറക്കുന്ന പക്ഷിയും അത് തന്നെ, കറങ്ങുന്ന ജൈന്റ് വീലും അത് തന്നെ. പക്ഷെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങള് സൂര്യനെ അപേക്ഷിച്ച് എന്താണ്? സ്ഥാനം മാറാത്തവയാണ് അല്ലേ? അതേസമയം ജൈന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടി ജൈന്റ് വീലിനെ അപേക്ഷിച്ച് സ്ഥാനം മാറാത്തതാ അല്ലേ? അതാണ്, ആ ജൈന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടി ജൈന്റ് വീലിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നില്ല. പക്ഷെ ഈ ജൈന്റ് വീല് ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുമുണ്ട്. ഓക്കെ, അതാ ഇവിടെ പറഞ്ഞേക്കുന്നേ. അപ്പൊ ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയെയോ നിശ്ചലാവസ്ഥയെയോ നിർണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് എന്ത്? അവലംബക വസ്തു. അപ്പൊ ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയെയോ നിശ്ചലാവസ്ഥയെയോ നിർണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. അപ്പൊ അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നെങ്കിൽ ഒരു വസ്തു ചലനത്തിലാണ് എന്നും
സ്ഥാനം മാറുന്നില്ലെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണെന്നും പറയാൻ പറ്റും. അപ്പൊ സ്ഥാനമാറ്റത്തിന്റെ അളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ സ്ഥാനമാറ്റത്തിന്റെ അളവ് എന്താണ്? ദൂരമാണ് അല്ലേ? അപ്പോ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് എന്ത്? ഈ ദൂരം എന്ന് പറയുന്നത്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ദൂരത്തിന്റെ SI യൂണിറ്റ് ആണ് എന്ത്? മീറ്റർ അല്ലേ? അപ്പൊ വാഹനങ്ങളിൽ ദൂരം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഈ ഓഡോമീറ്റർ. സഞ്ചരിച്ച ദൂരം കാണിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. അപ്പോ ഓഡോമീറ്ററിൽ ദൂരം കിലോമീറ്ററിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ് അല്ലേ? അപ്പോ പിന്നെന്താണ്? നമുക്ക് വേഗത്തെ കുറിച്ചാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. വേഗം. അപ്പൊ ഈ വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. അപ്പോ വേഗത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗത്തിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോ വേഗത്തിന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലും വാഹനങ്ങളുടെ വേഗം സാധാരണയായിട്ട് കിലോമീറ്റർ പെർ അവറിലാണ് പ്രസ്താവിക്കാറുള്ളത്. അപ്പോൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? നമ്മൾ കണക്കിലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നേ അല്ലേ? 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ് 1 കിലോമീറ്റർ പെർ അവർ. 5/18. അതെ, 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അത് 5/18 മീറ്റർ പെർ സെക്കൻഡിന് തുല്യമാണ്. ഓക്കെ, തുല്യ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരം കേട്ടോ. അപ്പോ ഇവിടെ അപ്പോ ഇതൊന്ന് നോക്കാം നമുക്ക്. ഈ ക്ലോക്കിന്റെ സൂചികളൊക്കെ അതൊക്കെ സഞ്ചരിക്കുന്ന തുല്യ ഇടവേളകളിൽ സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണല്ലോ. അപ്പോൾ വസ്തുക്കളുടെ ഇത്തരത്തിലുള്ള ചലനം സമവേഗത്തിലാണെന്ന് പറയാം കേട്ടോ. തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നതാണ് ഈ പറയുന്നത്. അപ്പൊ സമവേഗ ചലനത്തിന്റെ നിർവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് സമവേഗത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ നിത്യജീവിതത്തിൽ ഉള്ള ചലനങ്ങളെല്ലാം ഇത്തരത്തിലുള്ളതാണോ എന്ന് നമ്മളോട് ചോദിക്കുവാണ്. അപ്പൊ പക്ഷികൾ പറക്കുന്നതും മനുഷ്യർ നടക്കുന്നതും പന്ത് ഉരുളുന്നതും ഒന്നും സമവേഗത്തിലല്ല അല്ലേ? വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അസമവേഗത്തിലുള്ള ചലനങ്ങളാണ്. അപ്പൊ സാവധാനം പോകുന്ന ഒരു സൈക്കിള് മുതൽ ചീറിപ്പായുന്ന വാഹനങ്ങൾ വരെ നമ്മൾ കാണാറുണ്ട്. അമിത വേഗവും അശ്രദ്ധയും മൂലമുള്ള റോഡപകടവും നിത്യേന വാർത്തയാകാറുണ്ട്. അപ്പൊ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? വേഗത കാരണമാണ് അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞോട്ടെ, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? വേഗത കുറയ്ക്കണം അല്ലേ? മിതമായ സ്പീഡില് പോകണം. നിയമങ്ങൾ അതുപോലെ തന്നെ പാലിക്കണം. അതെ, നിയമങ്ങൾ അതുപോലെ പാലിക്കണം. അപ്പൊ വാഹനം ഓടിക്കുമ്പോൾ വേഗത നിയന്ത്രിക്കുക, ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും വാഹനം ഓടിക്കുക. പിന്നെന്താണ്? ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. ഗുഡ് പോയിന്റ്. പിന്നെന്താണ്? മറ്റുള്ള റോഡ് ഉപയോക്താക്കളോട് ബഹുമാനത്തോടെ പെരുമാറുക. ചിലരൊക്കെ അവരുടെ സ്വന്തം പോലെ റോഡ് കയറി കഴിഞ്ഞാൽ അല്ലയോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നേ. അപ്പൊ മറ്റുള്ള റോഡ് ഉപയോക്താക്കളോടുകൂടി എന്താണ്? റെസ്പെക്ട്ഫുള്ളി പെരുമാറുക. അതും ആവശ്യമാണ്. അപ്പോ ഇനി നമുക്ക് പലതരം ബലങ്ങളെ കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. പലതരം ബലങ്ങളെ കുറിച്ച് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തേക്കുക. ഒരാൾ ഒരു ഉന്തുവണ്ടി വലിക്കുകയാണ് അല്ലേ? അപ്പൊ അവിടെ എന്തോ ചെയ്യുന്നേ? ഈ കൈവണ്ടി വലിച്ചോണ്ട് പോവുക അയാള് അല്ലേ? അതേസമയം രണ്ടാമത്തെ ചിത്രത്തില് അദ്ദേഹം ചെയ്യുന്ന എന്താണ്? ആ കാറിനെ ചെയ്യുന്ന എന്തോ തള്ളുക അല്ലെ? മുന്നോട്ട് തള്ളുക ചെയ്യുന്നത്. അതേസമയം ആ പയ്യനെ, മൂന്നാമത്തെ ചിത്രത്തിൽ പയ്യന് ഒരു ഭിത്തിയാണെന്ന് തോന്നുന്നു. ഭിത്തി ഇങ്ങനെ തള്ളാൻ നോക്കുക. അവിടെ ഒരു മാറ്റവും വരുന്നില്ല അല്ലെ? അതേസമയം നാലാമത്തെ ചിത്രത്തില് ഒരു പയ്യൻ മേശ വലിച്ചുകൊണ്ട് പോകാൻ നോക്കുക. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഈ പയ്യൻ ഭിത്തി തള്ളാൻ നോക്കുന്നത് ഒഴിച്ച് ബാക്കി 3 ചിത്രങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ 3
സന്ദർഭങ്ങളിലും ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇവര് ബലം കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് നടക്കുന്നുണ്ട് അവിടെ, അല്ലേ അല്ല കൂട്ടുകാരെ? ബലം അതെ പ്രയോഗിക്കുന്ന അതെ, ദിശയിലേക്ക് അതാണ്. വസ്തു അപ്പോ ചലിക്കുന്നു. ആദ്യത്തെ ചിത്രത്തില് അയാള് ബലം പ്രയോഗിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോ ആ വണ്ടി നീങ്ങി അയാളോടൊപ്പം പോവുക, ആ ഭാരം. അപ്പൊ അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അതേസമയം രണ്ടാമത്തെ ചിത്രത്തില് കാറ് തള്ളുമ്പോ പുഷ് ചെയ്യുക, അല്ലെ? അവിടെ എന്താണ്, കാറ് മുന്നോട്ട് നീങ്ങുന്നു, അവിടെയും വർക്ക് നടക്കുക. മൂന്നാമത്തെ ചിത്രത്തിൽ പക്ഷെ എന്താണ്, വർക്കില്ല, അല്ലെ? ആ പയ്യൻ അവിടെ നിന്ന് ചുമ്മാ ബലം കൊടുക്കുന്നതേ ഉള്ളൂ, അവിടെ ഒരു മൂവ്മെന്റ് സംഭവിക്കുന്നില്ല ഭിത്തിക്ക്. അതേസമയം 4-ലാണെങ്കിലോ, 4-ല് മൂവ്മെന്റ് അത്ര സുഗമമായിട്ടല്ല നടക്കുന്നത്, കുറച്ച് റെസിസ്റ്റൻസ് വരുന്നുണ്ട്, അല്ലെ? ഫ്രിക്ഷൻ വരുന്നുണ്ട്. മേശ ആ തറയിൽ ഒരയുമ്പോഴുള്ള ഒരു ആയാസം, അത് ആ പയ്യന്റെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ പലതരം ബലങ്ങള് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. അതെ, ഇവിടെ പിന്നെയും ഒരു ചിത്രം കൊടുത്തേക്കുക. ചപ്പാത്തി വരുത്തുന്നത്, ഫുട്ബോൾ കളിക്കുന്നു, ഫുട്ബോൾ പിടിക്കുന്നു, പിന്നെ ഷട്ടിൽ കളിക്കുന്നു. അപ്പോ ഇവിടെ ആകൃതിക്ക് മാറ്റം വരുത്തുന്നതിനും ദിശ മാറ്റുന്നതിനും ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും ബലം പ്രയോഗിക്കുന്നതായി കാണാം, അല്ലെ? ആ ബോള് വരുമ്പോ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ബോള് വന്നിട്ട് അതിനെ പിടിച്ചു നിർത്തുക, അല്ലെ? അപ്പൊ നിർത്തുന്നുണ്ട്. പിന്നെ എന്താ, ആകൃതി മാറ്റുന്ന, ചപ്പാത്തി പലകയില് ചപ്പാത്തിയുടെ ആകൃതി മാറ്റുന്നുണ്ട്. നമ്മൾ ബലം കൊടുത്തല്ലേ ഈ ചെയ്യുന്നത്. അപ്പൊ ഈ സന്ദർഭങ്ങളിലെല്ലാം ബലം പ്രയോഗിക്കുന്നത് വസ്തുവുമായി നേരിട്ടുള്ള സമ്പർക്കത്തിൽ കൂടെയാണ്. അപ്പൊ എല്ലാ സന്ദർഭങ്ങളിലും നേരിട്ട് സമ്പർക്കം കൊടുക്കേണ്ടതുണ്ടോ, പുലർത്തേണ്ടതുണ്ടോ ബലം കൊടുക്കാന്? നേരിട്ട് ബന്ധം വേണോ? വേണ്ട. വേണ്ട. അപ്പൊ അതിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? ഒന്നാമത് നമ്മുടെ ഭൂമിയുടെ തന്നെ ബലമായ നമ്മുടെ ഗുരുത്വാകർഷണ ബലം, അല്ലെ? സമ്പർക്കം ഒന്നും വേണ്ട. പിന്നെന്താണ്, നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ്, അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെ? കാന്തിക ബലം, അതുമുണ്ട്. അപ്പൊ അതും സമ്പർക്കരഹിത ബലങ്ങളാണ്. അപ്പൊ സമ്പർക്കരഹിത ബലങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കാന്തിക ബലവും ഗുരുത്വാകർഷണ ബലവും. ഓക്കെ, അപ്പൊ പന്ത് തട്ടുന്നത്, ഇവിടെ മാവ് വീഴുന്നത്, പിന്നെ ആണി അടിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോ ഈ പന്ത് തട്ടുന്നതിനൊക്കെ ബലം നേരിട്ട് കൊടുക്കണം. മാവ് വീഴുന്നതിന് ഗുരുത്വാകർഷണ ബലമാണ്. പിന്നെ ആ സൂചി ആകർഷിച്ചെടുക്കുന്ന കാന്തം, അത് കാന്തിക ബലം. പിന്നെ നമ്മുടെ ഹാമറും നെയിലും ചുറ്റിക കൊണ്ട് ആണി അടിച്ച്, അവിടെയും സമ്പർക്കം വേണം, അല്ലെ? ശരി. അപ്പോ നമ്മുടെ വസ്തുക്കള് പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് ഈ സമ്പർക്ക ബലം എന്ന് പറയുന്നത്, കേട്ടോ. സമ്പർക്ക ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് ഏത്? സമ്പർക്കരഹിത ബലം, കേട്ടോ. സമ്പർക്കരഹിത ബലം. അതെ. അപ്പൊ ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, കേട്ടോ. ന്യൂട്ടൺ. അപ്പൊ ഇത് N എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഈ നമ്മള് പഠിച്ചിട്ടുണ്ടല്ലേ, ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിനു മുന്നേ അപ്പം ഗുരുത്വാകർഷണം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഗുരുത്വാകർഷണം പണ്ടും ഉണ്ട്. പുള്ളി അത് അല്ലേ തിരിച്ചറിഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോ ഈ ശാസ്ത്രജ്ഞന്റെ പേരിൽ ആദ്യാക്ഷരമായതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കുന്നത്, ന്യൂട്ടന്റെ N. ഓക്കെ, അപ്പോ അടുത്തതായിട്ട് നമ്മൾ ഘർഷണബലം ആണ് പഠിക്കുന്നത്. ഘർഷണബലം മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു, ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്ക് ഒത്തിരി ഉപയോഗവും എല്ലാം ഉള്ള ഒരു ബലമാണ് ഈ ഘർഷണം എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഈ വെറുതെ ആണെങ്കിലും നമ്മൾ ഈ നടന്നു പോകുന്നത്, അല്ലെ, നടക്കാനൊക്കെ നമുക്ക് പറ്റുന്നത് എന്തുകൊണ്ടാ? ഈ ഫ്രിക്ഷനും കൂടെ ഉള്ളതുകൊണ്ടല്ലേ, അല്ലേ കൂട്ടുകാരെ? ഈ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സാധനങ്ങള് പിടിക്കാൻ പറ്റുന്നതുകൊണ്ട്. അതെ, പിടിക്കാന് എല്ലാം, അല്ലേ? എല്ലാ കാര്യവും അതെ. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇല്ലെങ്കിൽ നമ്മൾ തെന്നിത്തെറിച്ച് ഇങ്ങനെ പോയേനെ, സാധനം ഒന്നും എടുക്കാൻ ഒന്നും പറ്റത്തില്ല. അപ്പോ തറയിലൂടെ സ്വതന്ത്രമായി ഉരുണ്ടു പോകുന്ന പന്ത് കുറച്ചു കഴിഞ്ഞാൽ നിശ്ചലമാകുന്നതായി കണ്ടിട്ടുണ്ട്. അത് എത്ര മിനുസമുള്ള തറയാണെങ്കിലും എത്ര മിനുസമുള്ള പന്താണെങ്കിലും, അല്ലെ, കുറച്ചു സമയം കഴിയുമ്പോൾ അത് തന്നെ നിൽക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത്? അവിടെ കർഷണബലം. അതെ, കർഷണബലം വരുന്നോണ്ടാ. അപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ കൊടുത്തേക്കുക. ഒരു വശം മിനുസമുള്ളതും മറുവശം പരുത്തതുമായ ഒരു മരക്കട്ട എടുക്കുക.
മിനുസമുള്ള പ്രതലം ചരിവുതലത്തിലൂടെ വലിച്ചു നീക്കുക. പിന്നീട് പരിവരുത്ത പ്രതലം ചരിവുതലത്തിലൂടെ നീക്കുവാൻ ശ്രമിക്കുക. എന്ത് വ്യത്യാസം അനുഭവപ്പെട്ടു? അപ്പൊ പരിവരുത്ത പ്രതലമായപ്പോ നീക്കുന്നതിന് എതിരായിട്ട് കൂടുതൽ ബലം അനുഭവപ്പെടും. അപ്പോൾ ആ ഒരു ബലമാണ്, റെസിസ്റ്റൻസ് തരുന്ന ബലമാണ് എന്ത്? ഘർഷണ ബലം. കൂടുതൽ ഘർഷണമുള്ള സന്ദർഭത്തിൽ വേഗം കുറയുന്നതായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആവേശിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് എന്ത്? ഘർഷണ ബലം. ഓക്കെ, അപ്പോ ഇവിടെ പിന്നെയും ഒരു ചിത്രം ഇങ്ങനെ കൊടുത്തേക്കുവാണ്. പരിവരുത്ത പ്രതലത്തിലൂടെ ഭാരമുള്ള ഒരു പെട്ടി നിരക്കി നീക്കുക. അതേ പെട്ടി ടയർ ഘടിപ്പിച്ച ട്രോളിയിൽ വെച്ച് നീക്കുക. എന്ത് വ്യത്യാസമാണ് കാണുന്നതെന്ന്? എന്ത് വ്യത്യാസമാണ് കാണുന്നത്? കുറച്ചുകൂടെ വേഗത്തിൽ പോകും. അതെ, നമ്മൾ നിരക്കി നീക്കുമ്പോൾ ഘർഷണം ഉണ്ടാകുന്നു. അപ്പൊ അത് അത്ര വേഗത്തിലല്ല അത് പോകുന്നത്. അപ്പൊ ഇതിന് നിരങ്ങൽ ഘർഷണം എന്ന് പറയാൻ പറ്റും കേട്ടോ. നിരങ്ങൽ ഘർഷണം. ട്രോളി ഉപയോഗിക്കുമ്പോൾ, വീൽ ഉപയോഗിക്കുമ്പോഴോ അവിടെ ടയർ അല്ലെ, റൗണ്ട് ഷേപ്പിൽ ടയർ ഉള്ളതുകൊണ്ട് അത് ഉരുളുക. അപ്പൊ ഉരുളൽ ഘർഷണം, അവിടെയും ഘർഷണം വരുന്നുണ്ട്, എന്നാലും മൂവ്മെന്റ് സ്മൂത്ത് ആയി. അപ്പൊ ഇതാണ് ഉരുളൽ ഘർഷണം കേട്ടോ. നിരങ്ങൽ ഘർഷണം, ഉരുളൽ ഘർഷണം. അപ്പൊ നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തിനേക്കാൾ കൂടുതലാണ്. പിന്നെ നമ്മളോട് തന്നെ ചോദിച്ചേക്കോ ഘർഷണം എവിടൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടെന്ന്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, തറയിൽ തെന്നി വീഴാതെ, വാഹനങ്ങൾക്ക് റോഡിൽ ഗ്രിപ്പ് കിട്ടാന്, പിന്നെ ബ്രേക്ക് ചെയ്യാൻ അല്ലെ. ബ്രേക്കിലെല്ലാം എന്താ? ഫ്രിക്ഷനാ ഉപയോഗിക്കുന്നത്. വസ്തുക്കൾ പിടിക്കാനും കൈകാര്യം ചെയ്യാനും അനൂപ് പറഞ്ഞ പോലെ. പിന്നെന്താ? തീപ്പെട്ടി പോലെ ഉരസി തീ കത്തിക്കുന്നത് അല്ലെ. പിന്നെ എഴുതാനും വരയ്ക്കാൻ, എല്ലാ കാര്യത്തിലും ഉണ്ട്. ഓക്കെ, അപ്പോ ഘർഷണം കൊണ്ടുള്ള പ്രയോജനം നമുക്ക് മനസ്സിലായി. പക്ഷെ എല്ലായ്പ്പോഴും ഘർഷണം പ്രയോജനകരമാണോ? ഇപ്പൊ നമ്മുടെ യന്ത്രങ്ങളുടെ കാര്യം തന്നെ നോക്കിയാട്ടെ, അല്ലെങ്കിൽ വാഹനങ്ങളുടെ കാര്യം നോക്കിയാട്ടെ, എല്ലാ സമയത്തും പ്രയോജനകരമാണോ? അല്ല അല്ലേ. യന്ത്രത്തിന്റെ കാര്യമാണെങ്കിൽ യന്ത്രഭാഗത്തിന് നല്ല തേയ്മാനം വരും ഈ ഘർഷണം നടന്ന് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ടയർ, വാഹനങ്ങളുടെ ടയറിന് തേയ്മാനം സംഭവിക്കുന്നു. അപ്പൊ സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനം സംഭവിക്കും. പിന്നെ എന്താണ്? നമ്മുടെ മനുഷ്യരുടെ കാര്യം നോക്കിയാൽ കാൽമുട്ട്, കൈമുട്ടിന്റെ ഒക്കെ ജോയിന്റിൽ വരുന്ന തേയ്മാനം അല്ലെ, കാൽമുട്ട് തേയ്മാനം, ഇതൊക്കെ എല്ലാം എന്തിന്റെ ഫലമാണ്? ഈ ഘർഷണം കാരണം വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ എല്ലാ സമയവും ഇത് നമുക്ക് പ്രയോജനകരമാണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ ഘർഷണം കുറയ്ക്കാൻ മാർഗങ്ങളുണ്ട്, പല മാർഗങ്ങളുണ്ട് അല്ലെ. അപ്പോ ഈ ഘർഷണത്തിന്റെ ഇത് കുറയ്ക്കാന്, ഘർഷണം കുറയ്ക്കുന്ന മാർഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞേക്കുക. ഒരേ മാസമുള്ള മരക്കട്ട, ഐസ് കട്ട, റബ്ബർ കഷ്ണം എന്നിവ എടുക്കുക. ഇവ ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ നിരങ്ങി നീങ്ങാൻ അനുവദിക്കുക. ചരിവ് തലവുമായി സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന്റെ പരപ്പളവ് തുല്യമാകുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ. നിരീക്ഷണം സയൻസ് ഡയറിയിൽ കുറിക്കുക. സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം ഘർഷണ ബലത്തെ സ്വാധീനിക്കുന്നില്ലേ? താഴെ തന്നിരിക്കുന്ന പരീക്ഷണം ചെയ്തു നോക്കുക. ഒരു ഗ്ലാസ് ജാറിൽ വെള്ളമെടുത്ത് തുല്യ മാസുള്ള ഉരുണ്ട കല്ലും രണ്ടറ്റവും കൂർത്ത കല്ലും വെള്ളത്തിലേക്ക് താഴെ ഇടുക. ഏതാണ് വേഗത്തിൽ താഴേക്ക് പോകുന്നത്? ഏതായിരിക്കും പോകുന്നത്? ആ കൂർത്തിരിക്കുന്ന കല്ലായിരിക്കും പോകുന്നത് അല്ലെ. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വസ്തുക്കളുടെ ആകൃതി ഘർഷണത്തെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ദ്രാവകങ്ങളിലൂടെയുള്ള ചലനത്തില് വസ്തുക്കളുടെ ആകൃതി ഘർഷണത്തെ സ്വാധീനിക്കുന്നു. അപ്പോ നമ്മുടെ ഈ ഒരു കാര്യം നമ്മുടെ വാഹനങ്ങളിലും വിമാനങ്ങളുടെ ഒക്കെ കാര്യത്തിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ ആകൃതിയുടെ കാര്യം അല്ലെ. സ്പീഡുള്ള വണ്ടികൾ, ഭയങ്കര സ്പീഡുള്ള വണ്ടികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിന്റെ എയറോഡൈനാമിക്സ്, വായുവിന്റെ ഘർഷണത്തെ കുറച്ച് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയുള്ള ഷേപ്പ് അല്ലേ സ്പീഡുള്ള വണ്ടികൾ അല്ലേ. അല്ലെങ്കിൽ എയറോപ്ലെയിന്, അതിന്റെ ഒക്കെ ഒരു ഷേപ്പ് ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ വായുവിന്റെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയാണ് അതിന്റെ ആ ഒരു
അതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഷേപ്പ് കൊടുത്തേക്കുന്നത്. അപ്പോ കൈപ്പത്തികൾ കൂട്ടി ഉരസുമ്പോൾ ഘർഷണം അനുഭവപ്പെടുന്നതായി കാണാം. കൈകളിൽ എണ്ണ പുരട്ടി കൂട്ടിത്തിരുമിയാൽ വേഗം തെന്നി നീങ്ങുന്നതായും കാണാം. അപ്പോ ഇവിടെ നിന്ന് എന്ത് മനസ്സിലാവുന്നു? എണ്ണ പുരട്ടുമ്പോൾ ഘർഷണം കുറയും. അപ്പോ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥമാണ് എന്ത്? ഈ സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്ന് പറയും അല്ലെ? ലൂബ്രിക്കൻസ് സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയ്ക്കുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ്. നമുക്ക് നമ്മുടെ ഈ എഞ്ചിന് അല്ലെ, വണ്ടികളുടെയൊക്കെ എഞ്ചിനിലും എല്ലാം ഇതുപോലെ ഓയിൽ ഉപയോഗിക്കും. എന്തിനാണ്? ഘർഷണം കുറയ്ക്കാനാണ്, എഞ്ചിന്റെ തേയ്മാനം കുറയ്ക്കാനാണ് അല്ലെ. അപ്പൊ മറ്റ് സ്നേഹകങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? മറ്റ് സ്നേഹങ്ങള് നമ്മുടെ എണ്ണ, ഗ്രീസ്. അതെ, ഗ്രീസ്. പിന്നെ നമ്മുടെ സോളിഡ് ആയിട്ടുള്ള ഒരു സ്നേഹകമുണ്ട്, ഒരു ലൂബ്രിക്കന്റ് ഉണ്ട്. ആരെങ്കിലും പറയാവോ? ഗ്രാഫൈറ്റ്. അതെ, ഗ്രാഫൈറ്റ് ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ്, അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് ആണ് കേട്ടോ. ഗ്രാഫൈറ്റ് നമ്മുടെ പെൻസിലൊക്കെ നമ്മൾ എഴുതത്തില്ലേ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുവാണ് ഗ്രാഫൈറ്റ്. അപ്പോ ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹമാണ് ഗ്രാഫൈറ്റ്. ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായി ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായി ഉപയോഗിക്കുന്നത് കേട്ടോ. വാഹനങ്ങളിൽ ടയറുമായി ബന്ധപ്പെട്ട് ചിത്രത്തിലേതുപോലുള്ളതാണ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ട്, ബോൾ ബെയറിങ്സ് എന്ന് പറയും കേട്ടോ. അപ്പൊ ഇത് ഉപയോഗിക്കും ഘർഷണം കുറയ്ക്കാൻ. ആക്സിലുമായിട്ടുള്ള ഘർഷണം കുറയ്ക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. പിന്നെ വിമാനം, തോണി, നമ്മളിപ്പോ പറഞ്ഞ കാര്യവ എന്നിവ പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന എന്തിനാണ്? ജലത്തിലൂടെ പോകുമ്പം വള്ളത്തിന്റെ കാര്യമാണെങ്കിൽ ജലത്തിലൂടെ പോകുമ്പോ പറഞ്ഞോളൂ, മാക്സിമം ഘർഷണം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ്. ശരിയാണ്. അതേസമയം നമ്മുടെ വിമാനമാണെങ്കിൽ വായു മൂലമുള്ള ഘർഷണം കുറയ്ക്കാനുമാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ സ്ട്രീം ലൈനിങ് എന്നാ പറയുന്നത് കേട്ടോ. സ്ട്രീം ലൈനിങ്. ഓക്കെ, വസ്തുക്കളുടെ ആകൃതി മാറ്റിക്കൊണ്ട് വായുവിന്റെയും വെള്ളത്തിന്റെയും പ്രതിരോധം കുറച്ച് ഘർഷണം കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് വേറെ ഒരു എളുപ്പമുള്ള മാർഗം? ഉപരിതലം മിനുസപ്പെടുത്താം അല്ലെ. രണ്ട് സർഫസ് തമ്മിൽ കോണ്ടാക്ട് വരുന്ന സർഫസ് ആണെങ്കിൽ ആ ഉപരിതലം മിനുസപ്പെടുത്താം. ഘർഷണം കുറയ്ക്കുന്നതിനായി ഉപരിതലം മിനുസപ്പെടുത്തിയെടുക്കാം. അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, അപ്പോ ഇത് ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു കേട്ടോ.